എന്തൂട്ട് അവിടെ നിക്കണേ, അങ്ങോട്ട് പോടാ. അവിടെ നല്ല ലൈവ് ഷോ ഉണ്ട്, കാണണ്ടേ? എന്തൂട്ട് കടികളാടാ നിങ്ങള്. എന്തെങ്കിലും വീഡിയോ ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ട്, ഒന്നും നടക്കണില്ല. മെയിൻ പ്രശ്നം മൂടുപോയി. ഇവിടെ മതില് പണിയും കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. ചെയ്യാൻ പറ്റാത്തത്. ഞാൻ വരുന്നോ? ആരെങ്കിലും ചോദിച്ചാലേ ചേച്ചിയുടെ ഭർത്താവാണെന്ന് പറഞ്ഞാ മതി. എല്ലാം ഒന്ന് ഒതുങ്ങി വരാൻ ഇനി കുറച്ച് ദിവസങ്ങളും കൂടെ വേണം. അങ്ങനെയാണ് തീരുമാനമെങ്കിൽ എനിക്ക് അതിൽ എതിർപ്പുണ്ട്. നാട്ടുമര്യാദ എന്നൊന്നില്ലേ? നമ്മളെപ്പോഴും രാത്രിയാകുമ്പോ എന്തെങ്കിലും ചെറിയ കണ്ടന്റ് ചെയ്തു വെച്ചിട്ട് കിടക്കണം എന്നൊക്കെ വിചാരിക്കും യൂട്യൂബിലത്തേക്ക്. അപ്പൊ പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. ഇപ്പൊ വീണേനെ രാത്രിയാകുമ്പോ ഉറക്കം വരും. നിങ്ങൾ റിസ്ക് എടുക്കണം മിസ്റ്റർ. ഒരുപാട് പരിശീലനം കിട്ടിയ പട്ടിയല്ലേ ഇയാള്. രാവിലെ ചെയ്യണമെന്ന് വിചാരിച്ച് അയ്യോ, എന്നിട്ട് എന്ത് പറ്റി? പിന്നെ രാവിലെ നേരത്തെ എണീറ്റിട്ട് ചെയ്യാൻ വിചാരിക്കും. അപ്പൊ വാവ നേരത്തെ എണീക്കൂല. എന്റെ കയ്യിൽ എങ്ങനെ ആയിരിക്കണം? മിനിമം ഒരു 500 ഡൈവേഴ്സ് കഴിഞ്ഞ് പിറ്റേ ദിവസം പെറ്റണിട്ടേ. ഭയങ്കരമായ ആള്. കഴിയുമ്പോഴത്തേക്ക് എന്തെങ്കിലും ചെയ്യാന്ന് വിചാരിക്കുമ്പോ ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടി വെളിയിൽ ഇറങ്ങിപ്പോ. ഞാൻ കുറച്ച് സെൻസിറ്റീവാ. പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ കയറി വന്ന് ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് ചെയ്യാൻ നേരം ഈ സമയമാകും. ക്ഷമിക്കണം, എനിക്ക് ഈ കളി അത്ര വശമില്ലാത്തോണ്ടാ. ഓ, ഇത് കേട്ടാ തോന്നുന്നു മറ്റു കളികളൊക്കെ വലിയ വശമാണ്. എടോ, കളിക്കാൻ അറിയില്ലെങ്കിൽ വരട്ടാനെങ്കിലും അറിയണം. ഇങ്ങനെയൊക്കെയാണ് വീഡിയോകൾ നടക്കാതെ പോകുന്നത്. എന്താടാ പിന്നെ? അല്ല, എന്തെങ്ങനെയൊക്കെ പറയണേ? പിന്നെ ഞാൻ എങ്ങനെയൊക്കെ പറയണം? ചെയ്യണം, താമസിക്കാതെ ചെയ്യും. ആണല്ലോ, നിന്റെ ഈ വാക്ക് ഞാൻ വിശ്വസിക്കുകയാണ്. നീയാണ് സാക്ഷി. ഉറപ്പാണല്ലോ? ഉറപ്പാണല്ലോ.